സമസ്തകളുടെ ജമിയത്ത് നമുക്കൊരു നിലപാടുണ്ട്. അത് ഉറച്ച നിലപാടാണ്. ആരോടും വളരെ പക്വതയോടെയും നല്ല തന്മയോടുകൂടിയും പെരുമാറുക എന്ന ശൈലിയാണ്. ഷൈൻ ചെയ്യാൻ കാളമ്പാടി ഉസ്താദ് നമ്മെ പഠിപ്പിച്ചിട്ടില്ല. ആളാവാൻ കാളമ്പാടി ഉസ്താദ് നമ്മെ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആളാവാൻ ശ്രമിക്കുന്നവനെ വെറുതെ വിടാനും സമസ്ത തീരുമാനിച്ചിട്ടുമില്ല. ആർക്കും വരാൻ ബഹുമാനപ്പെട്ട ശൈഖുനായുടെ ജനാസ കാണാം. മഹാനായ കാളമ്പാടി ഉസ്താദിന്റെ ജനാസ കാണുന്നതിന് കൊണ്ട് ആര് വരുന്ന കൂടെ നമുക്ക് ഒരാളോടും തടസ്സില്ല, ഒരാളോടും നമുക്ക് ഉറപ്പില്ല. കാളമ്പാടി ഉസ്താദിന്റെ ജനാസ കാണിക്കാൻ വേണ്ടി ആർക്കും വരുന്നത് തടസ്സമില്ലാതെ കൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ ആളുകൾ വന്നു, ടി.കെ. ഹംസ എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ വന്നു, മുജാഹിദ് പ്രസ്ഥാനക്കാർ വന്നു, എല്ലാവരും വന്നു. ഒരാളോടും നമ്മൾ കാണിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും കാണിച്ചു. പറ്റുന്നവരൊക്കെ ഒരു നിലപാടെടുത്തു. നമുക്കൊരാശയം ഉണ്ടായിരുന്നു. അരമണിക്കൂർ ഇടപെട്ട ഖുർആനോട് യാസീൻ, ആ യാസീന്റെ സമാപനത്തിൽ നിസ്കരിക്കും. 41 ജമാഅത്താണ് അവിടെ നിർവഹിക്കപ്പെട്ടത്. അങ്ങനെ ആ ജമാഅത്ത് നിർവഹിക്കപ്പെടുന്ന സമയത്ത് വരുമ്പോ ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ നിസ്കരിക്കാം. ഓരോ ജമാഅത്ത് നടക്കുമ്പോഴും പ്രഖ്യാപിക്കും അടുത്ത ജമാഅത്തിന്റെ ഇമാം ആരാണ്. അതിന്റെ ഇടയിൽ കയറി ഇമാമാവാൻ ആരെ നോക്കിയാൽ അതും വിസ്മരിക്കില്ല. അതൊരു പണ്ഡിതനോടുള്ള എതിർപ്പല്ല. ആരെ എതിർക്കാൻ വേണ്ടി നമ്മൾ ചെയ്തിട്ടില്ല. ആ കൂട്ടത്തിൽ ജമാഅത്തായി നിസ്കരിക്കുന്ന കൂട്ടത്തിൽ ആർക്ക് വന്ന് ജമാഅത്തിന്റെ കൂടെ കൂടാം. അന്ന് ദുആ ചെയ്യുമ്പോൾ ആരാണ് അടുത്ത ദുആക്ക് നേതൃത്വം നൽകുന്നത് അതും അവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ദുആയിൽ കൂടാം, ആർക്കും എതിർപ്പില്ല. ഇനി ആ ജമാഅത്ത് കാത്തുക്കാൻ ആർക്കും നേരില്ലേ, സ്വന്തം നിസ്കരിക്കാം. ബഹുമാനപ്പെട്ട പാറന്നൂർ ഉസ്താദിന് വളരെ ക്ഷീണമുണ്ട്, വയോവൃദ്ധനാണ് അദ്ദേഹം. തിരക്കിന്റെയും ഇടയിൽ അത് വളരെ സാഹസപ്പെട്ടുകൊണ്ട് മഹാനായ പാറ ഉസ്താദ് വന്നു. ഞങ്ങൾ പറഞ്ഞ ഉസ്താദ് ഇവിടെ നിൽക്കുന്നെങ്കിൽ അടുത്ത ജമാഅത്തിന്റെ ടൈം ആകുന്നു, ഈ യാസീൻ കഴിഞ്ഞാൽ ഉടൻ നമുക്ക് നടത്താം എന്നും. ഉസ്താദ് പറയുന്ന നേരമില്ല, എനിക്ക് നിസ്കരിക്കണം, ഞാൻ സ്വന്തം നിസ്കരിച്ചോളാം. സമസ്തയുടെ ഏറ്റവും വലിയ നേതാവാണ് മഹാനായ പാറന്നൂർ ഉസ്താദ്. പാറന്നൂർ ഉസ്താദ് ആ ജമാഅത്തിന് കാത്തിരിക്കാൻ അദ്ദേഹത്തിന് നേരമില്ലാത്തപ്പോൾ അദ്ദേഹം തന്നെ തീരുമാനിച്ചിട്ടുണ്ട് സ്വന്തം നിസ്കരിക്കാം. അദ്ദേഹം സ്വന്തം നിസ്കരിച്ചത്. പാറന്നൂർ ഉസ്താദ് സ്വന്തം നിസ്കരിച്ചത്. കൂടെ ഉണ്ടായിരുന്ന ഒരാള് ജമാഅത്ത് മാറ്റി, അദ്ദേഹത്തിന്റെ മകനാണ്. അങ്ങനെ സ്വന്തം ദുആ ചെയ്തു. ആർക്കും അങ്ങനെ ചെയ്യാമല്ലോ, ആർക്കും ഇങ്ങനെ തുറക്കണ്ടോ. പക്ഷേ അതിനിടയിൽ കയറി ആളാവാൻ വന്നാൽ അത് വിഷമം സൃഷ്ടിക്കും. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ബഹുമാനപ്പെട്ട ശൈഖുന കാളമ്പാടി ഉസ്താദിന്റെ ജനാസ കാണാൻ വന്നു. നമ്മൾ അതിനുള്ള എല്ലാ സംരക്ഷണവും കൊടുക്കും. അദ്ദേഹം വന്നു. ഞങ്ങൾ അന്ന് തന്നെ തീരുമാനിച്ചു, വളണ്ടിയർമാരായ പ്രവർത്തകർ അപ്പം തന്നെ തീരുമാനിച്ചു, കാന്തപുരത്തിന്റെ കൂടെ 1-2 ആളുകൾക്ക് വേണമെങ്കിൽ ക്യൂ പാലിക്കാതെ ജനാസയുടെ അരികത്തേക്ക് വരാം, ബാക്കിയുള്ളവരൊക്കെ തന്നെ ക്യൂ നിന്നോളും. കാരണം വൈകുന്നേരം 4 മണി മുതൽ ക്യൂ നിൽക്കുന്നവരാണ്, വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് ക്യൂ നിൽക്കുന്നവരാണ്. അവർക്കൊന്ന് കാണാൻ വേണ്ടി നീണ്ട കിലോമീറ്റർ അപ്പുറം വരെ ജനാസ ക്യൂ ആണ്, കാണാനുള്ള ക്യൂ ആണ്. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ, കാളമ്പാടി ഉസ്താദിനെ നെഞ്ചിലേറ്റിയ ധീരരായ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ, വയോവൃദ്ധന്മാര് വരെ അതിലുണ്ട്. അവരൊക്കെ കാത്തു നിൽക്കുമ്പോ കാളമ്പാടി ഉസ്താദിനെ കാളയുടെ മൂരിയുടെ സമസ്തക്ക് കാള പ്രസിഡന്റായി എന്ന് പറയുന്നവന്റെ നേതാവ് അയാളെ വേണമെങ്കിൽ പരിഗണിക്കാമെന്നല്ലാതെ അതും ഞങ്ങളുടെ ക്ഷമയുടെയും വിട്ടുവീഴ്ചയുടെയും സഹനത്തിന്റെയും അങ്ങേയറ്റമാണ്. ക്യൂ നിൽക്കാതെ ആണെങ്കിലും ആൾക്കാവാം, പക്ഷെ ആളെ കൂടെ വരുന്നവര് ഞങ്ങളെ പോലെ തന്നെ അല്ലേ നിൽക്കണം. അത് സുന്നികളുടെ തീരുമാനമാണ്. പക്ഷെ അതിന് വിലക്കെടാതെ അയാളുടെ കൂടെ ഒരു പട വന്നു. അതുവരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ക്യൂ, ആ ക്യൂ പൊട്ടിച്ചിട്ടാണ് വരുന്നത്. വന്നപ്പോ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. കാണാനുള്ള എല്ലാ സൗകര്യങ്ങളും പ്രവർത്തകർ ചെയ്തു കൊടുത്തു. കണ്ടതിന്റെ ശേഷം പിന്നെ ക്യാമറ ഓൺ ചെയ്യാൻ ഒരു കൂട്ടർ കൊണ്ടുവന്ന ക്യാമറ തിരിച്ചിട്ട് അതൊന്ന് ആഘോഷിക്കാം. എന്നിട്ടൊരു പക്ഷേ അവിടെ നിന്ന് തൊട്ടപ്പുറത്ത് പത്രസമ്മേളനം നടത്തുന്നുണ്ട് ബഹുമാനപ്പെട്ട കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ, സമസ്തയിൽ ഒരു നിഷ്പക്ഷവതിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഏറെ ആ കാലത്തെ സ്വപ്നമാണ് സുന്നികളുടെ ഐക്യം. അതുകൊണ്ട് കാളമ്പാടി ഉസ്താദിനെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി ഞാനുമായി എല്ലാവരും ധാരണയിലെത്തണം എന്നൊരു പക്ഷേ ഇയാൾ പത്രസമ്മേളനം നടത്തും. അത് അനുഭവമാണല്ലോ ഏറ്റവും വലിയ ഗുരു. മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ജനാസ സന്ദർശിച്ചുകൊണ്ട് ഇയാൾ കാണിച്ച നാടകം നമുക്കറിയാം. പാണക്കാട് തങ്ങളുടെ സ്വപ്നമാണ് ലയനം, സുന്നി ലയനം, സുന്നി ഐക്യം. അതുകൊണ്ട് തങ്ങളുടെ വഴി എല്ലാവരും പിന്തുടർന്ന് പത്രസമ്മേളനം നടത്തിയതാണ്. അങ്ങനെ പാണക്കാട് തങ്ങൾക്ക് അങ്ങനെ യാതൊരു ഉദ്ദേശം ഉണ്ടായിരുന്നുവെങ്കിൽ ആദ്യം ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളെ പറയുക, കാളമ്പാടി ഉസ്താദ് വിളിച്ചൊരു ഉസ്താദിനോട് പറഞ്ഞിട്ടില്ല. പിന്നെ ഇയാളോട് മാത്രം ഞാൻ പറയാം, ഇല്ലാത്ത കഥ ഉണ്ടാക്കുന്ന ഏർപ്പാട് ഇയാൾ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഉണ്ടാകുമെന്ന് ഓർത്തുകൊണ്ട് അവിടെ ഒരു പത്രസമ്മേളനം വേണ്ട. അദ്ദേഹത്തിന്
ഒരു ജനാസ നിസ്കാരം അത് വേണ്ട. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു പ്രാർത്ഥനാ സദസ്സ് അയാളെ മൈക്കിൽ എടുക്കുക, എന്നിട്ട് അയാൾ വേർക്കുക, കുറെ ആളുകൾ ആദ്യം പറയാം വേണ്ട. അദ്ദേഹത്തിന് കാലമാവിസ്ഥാനത്തിന് മാഫറത്ത് വേണമെന്ന് വേർക്കണോ രാജുവേട്ടെ, അദ്ദേഹത്തിന് മരിച്ചിരിക്കണോ, മരിച്ചിരിച്ചിട്ട് ഒരു കുഴപ്പവും ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ ഷൈൻ ചെയ്യണം ആളാണ്. അത് ചെയ്യാൻ ശ്രമിച്ചപ്പോ ചില പ്രവർത്തകന്മാർക്ക് അത് അസ്വസ്ഥതയായി തോന്നിയിട്ടുണ്ട്. അപ്പൊ ചില കുത്തുംതരിപ്പൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നുകൊണ്ട് പരമാവധി സാഹസപ്പെട്ടുകൊണ്ട് രക്ഷപ്പെടുത്താൻ അവർ ശ്രമിച്ചു, രക്ഷപ്പെടുത്തി. ഒരു കുഴപ്പമില്ല. അനൗൺസ്മെന്റ് നന്നായി നടത്തി. അസസകാവി പറഞ്ഞു, സമസ്തയുടെ കോമ്പൗണ്ടിലേക്ക് കടന്നു വന്നവർ മടങ്ങിപ്പോകാനാണ് ആഗ്രഹമെങ്കിൽ അവർ മടങ്ങിപ്പോകുമ്പോൾ സുരക്ഷിതമായി മടങ്ങിയാക്കണം എന്ന് ബഹുമാനപ്പെട്ട അസസകാഫിയും അനൗൺസ്മെന്റ് ചെയ്തു. അങ്ങനെയാണ് അദ്ദേഹം മടങ്ങിപ്പോകുമ്പോൾ ഒരു കുഴപ്പമുണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതിന് വിരുദ്ധമായി പിറ്റേന്ന് തേജസ് പദം റിപ്പോർട്ട് ചെയ്തു. തടയാൻ ശ്രമിച്ചു. നേതാക്കൾ ഇടപെട്ടിട്ടാണ് തടി രക്ഷപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞു. യാതൊരു നിൽക്കുണ്ടായിട്ടില്ല. പിന്നെ യൂട്യൂബ് മുഖേന പല വഴിയും പലരും പ്രചരിപ്പിച്ചപ്പോ പല ആളുകളും ബന്ധപ്പെട്ടു. സയ്യിദ് ഹൈദർ ശിഹാബ് തങ്ങളും ബഹുമാനപ്പെട്ട കൂട്ടുമല ടി എം ബാപ്പു മുസ്ലിയാർ അടക്കമുള്ളവർ ഈ വിഷയം അറിയാൻ വേണ്ടി കാന്തപുരത്തെ വിളിച്ചിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് വിഷമം ഉണ്ടായിട്ടുണ്ടായിട്ടുണ്ട്, ഞങ്ങളുടെ കോമ്പൗണ്ടിലേക്ക് വന്നപ്പോൾ, ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നപ്പോൾ, ഞങ്ങളുടെ ഉസ്താദിന്റെ ജനാസ കാണാൻ വന്നപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടാകും പറയപ്പെടുന്ന നിങ്ങളുടെ അണികൾ പലരും പറയുന്നുണ്ട്, എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടാവും, ചോദിച്ചിട്ടുണ്ടാവാം. ഞാനും വിളിച്ചു നിജസ്ഥിതി അറിയാൻ കഴിയും. ഞാൻ അദ്ദേഹത്തെ വിളിക്കാൻ കാരണം എന്നോട് ഒരു പത്രക്കാരൻ ചോദിച്ചു, നിങ്ങളും അസസകാഫിയുമാണ് അയാളെ തടഞ്ഞത് എന്നും മറ്റു പല പ്രതികളുണ്ടല്ലോ, അങ്ങനെ പറഞ്ഞോ? ഈ വാതിലൊക്കെ പണിയെടുത്തിട്ട് ഈ പ്രവർത്തകരുടെ ഇയാൾക്ക് മയ്യത്ത് കാണാനുള്ള ജനാസ കാണാനുള്ള സൗകര്യം ചെയ്ത് കൊടുത്തിട്ട് അയാൾ ഇതാണോ പറയും? എനിക്ക് അയാളോട് സംസാരിക്കണം. ഞാൻ നേരിട്ട് അയാളെ വിളിച്ചപ്പോൾ അയാളുടെ സ്വന്തം പ്രൈവറ്റ് സെക്രട്ടറി എന്ന് തോന്നുന്നു എന്നോട് പറഞ്ഞു, ഒരു അംബാസിഡറുമായി സംസാരിക്കാൻ. ഞാൻ എനിക്ക് തിരക്കില്ല, പിന്നെ വിളിച്ചാൽ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അദ്ദേഹം നമ്മളെ തിരിച്ചുകൊണ്ട് വിളിച്ചപ്പോൾ ആദ്യം തന്നെ പറഞ്ഞു, ഞാൻ ഡൽഹിയിൽ ഒരു അംബാസിഡറോട് സംസാരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, അത് വിളിക്കത്തില്ല, ഞാനൊരു കാര്യം പറയാൻ വിളിച്ചത്, അത് പറയട്ടെ വിളിച്ചത്. നിങ്ങൾ എന്തിനാ വിളിച്ചത്? ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന രൂപത്തിൽ നിങ്ങളുടെ അണികൾ പലരും പ്രചരിപ്പിക്കുന്നുണ്ട്. ശിഹുനായുടെ ജനാസ കാണാൻ വേണ്ടി നിങ്ങൾ വന്നപ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. പരമാവധി ഞങ്ങൾ സൗകര്യം സംവിധാനമൊക്കെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ. അതിലെന്തെങ്കിലും പോരായ്മ വന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു പോറലും ഏറ്റിട്ടില്ല, എന്നെ അസഭ്യമാരും പറഞ്ഞിട്ടില്ല, എന്നോട് കയർത്താരും സംസാരിച്ചിട്ടില്ല. പക്ഷെ എനിക്കൊരാഗ്രഹമുണ്ടായിരുന്നു അവിടെ ഒന്ന് ദുആ ചെയ്യാൻ, അത് നടന്നിട്ടില്ല. അത് എനിക്കൊരു വിഷമമുണ്ടായി, വേറൊന്നുമില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നെങ്കിൽ ദുആ ചെയ്യാമായിരുന്നല്ലോ. പക്ഷെ അവിടെ നിന്ന് ജനാസ നിസ്കാരത്തിന് നേതൃത്വം നൽകാനും ദുആക്ക് നേതൃത്വം നൽകാനും ഒന്നും നിങ്ങൾ ശ്രമിച്ചിട്ടില്ല. ശ്രമിച്ചാൽ ഒരു പക്ഷെ അവിടെ എന്താ സംഭവിക്കാൻ നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ അതിന് പ്രവർത്തകർ സമ്മതിച്ചിട്ടില്ല. എന്നല്ല, സ്വന്തം നിങ്ങൾക്ക് ചെയ്യുന്നതിന് ആരും തടസ്സം നിന്നിട്ടില്ലല്ലോ. പിന്നെന്താ? കുഴപ്പമില്ല, ഞാനതിൽ പരാതി പറഞ്ഞിട്ടില്ല. എന്നോട് വിളിച്ചു ചോദിച്ചവരാരോടും ഞാൻ പരാതി പറഞ്ഞിട്ടുമില്ല. എന്റെ ബാപ്പുസ്കാർ വിളിച്ചു, ബഹുമാനപ്പെട്ട ഹൈദർ ശിഹാബ് തങ്ങൾ വിളിച്ചു, കുഞ്ഞാലിക്കുട്ടി വിളിച്ചു, അവർക്ക് എന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ അതിൽ പരാതി ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ പ്രവർത്തകർ നിങ്ങളെ കയർത്തിട്ടില്ല, നിങ്ങളെ അസഭ്യം പറഞ്ഞിട്ടില്ല, നിങ്ങളെ കയ്യേറ്റം ചെയ്തിട്ടില്ല. ഞങ്ങൾ പരമാവധി എല്ലാവർക്കും സൗകര്യമാണ് ചെയ്തു തന്നിട്ടുള്ളത്. ആ സൗകര്യം ചെന്നുകൊണ്ട് ഞങ്ങൾക്ക് ഉറപ്പായ വിശ്വാസമുണ്ട്. എവിടെന്നെങ്കിലും നിങ്ങൾക്കോ നിങ്ങളുടെ കൂടെ വന്നവർ ബുദ്ധിമുട്ട് വഴിയിൽ വെച്ച് അനുഭവപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ സംഘടന അതിന് ഉത്തരവാദിയല്ല, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരും അതിന് ഉത്തരവാദിയല്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ അതിൽ പരാതി ആരോടും പറഞ്ഞിട്ടുമില്ല, എനിക്കതിൽ അശേഷവും വിഷമമില്ല എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. ഇത് ഉണ്ടായതാണ്. പക്ഷേ പിറ്റേന്ന് പത്രത്തിൽ കണ്ടു, കാളമാട് ബഹുമാനപ്പെട്ട ബാപ്പുസ്കാരും മഹാനായ ഹൈദർ ശിഹാബ് തങ്ങളും ഖേദം പ്രകടിപ്പിച്ചു. ഒരു മനുഷ്യൻ വേറെ മനുഷ്യനോട് ഫോൺ ചെയ്യുന്ന സമയത്ത് മാന്യമായ ചില വർത്തമാനം പറയില്ലേ? എനിക്കറിയില്ല ഹൈദർ ശിഹാബ് എന്താ പറഞ്ഞത്, ബാപ്പുസ്കാർ എന്താ പറഞ്ഞത് എനിക്കറിയില്ല. പക്ഷെ പറഞ്ഞിട്ടുണ്ടാവും, ഇങ്ങനെന്തെങ്കിലും വിഷമം ഒന്നുപോയോ? അത് സ്വാഭാവികമായി ചോദിക്കില്ലേ? ആരെ ചോദിക്കാത്തത്? അത് പത്രങ്ങൾക്ക് ചോർത്തി കൊടുത്തിട്ട് ആളാവാൻ നടക്കില്ല. ഈ ഏർപ്പാട് കൊണ്ട് ആ സമയത്ത് ഞങ്ങൾ ജനാസന സമയത്തും ഈ രൂപത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചത്. പക്ഷെ അതുകൊണ്ട് അത് വിധിയാക്കി മാറ്റാനാണ് അദ്ദേഹം ശ്രമിച്ചത്. മൊബൈൽ ഫോൺ റെക്കോർഡ് ചെയ്ത് ഇതിന്റെ ആളാകുന്ന ഒരു തെളിഞ്ഞ ആളാണ് ഇദ്ദേഹം എന്ന കാര്യത്തിൽ അവാർഡ് കൊടുക്കണം. ഒരു കാര്യം അതിന് മുമ്പ് നടന്നിരുന്നല്ലോ. നമ്മുടെ കോൺഗ്രസിന്റെ മന്ത്രിയായ മുല്ലപ്പള്ളി രാമചന്ദ്രനെ കാന്തപുരം മുസ്ലിയാർ ഡൽഹിയിലെ കേരള ഹൗസിലേക്ക് വിളിച്ചു. അല്ല, മുല്ലപ്പള്ളിയല്ലേ? മുല്ലപ്പള്ളിയാണ്. ഫോണൊക്കെ എടുത്ത്, ഞാനിങ്ങനെ കാന്തപുരം മുസ്ലിയാർ, എനിക്കറിയാം, നിങ്ങൾ കേന്ദ്രമന്ത്രിയാവില്ല,
നിങ്ങൾ കേന്ദ്രമന്ത്രിയാകും, അതിനുള്ള എല്ലാ രൂപവും ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അതെ, നന്നായിരുന്നു, അയാൾ പേപ്പറിലായിരുന്നു ലിക്കറിൽ മുല്ലപ്പള്ളി, അതിലൊരു കുഴപ്പമില്ല, ഞാൻ ബന്ധപ്പെട്ടവരൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ആണെങ്കിലും ഉസ്താദ് ആന്റണിയുമായി ബന്ധമുണ്ടെങ്കിൽ ഒന്ന് സംസാരിച്ചാൽ നന്നായിരുന്നു എന്ന് മുല്ലപ്പള്ളി. ആന്റണിയോടല്ല, ഞാൻ മാഡത്തോട് പറഞ്ഞിട്ടുണ്ട്, മാഡം അത് സമ്മതിച്ചിട്ടുണ്ട്. മാഡം സോണിയാഗാന്ധിയാണ്, സംസാരിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഫോൺ വെച്ചു. പിന്നെ ലീഗിനെ കുറെ തെറിയും പറഞ്ഞു, അതിന്റെ കൂട്ടത്തിൽ മുല്ലപ്പള്ളി നിന്ന് കൊടുത്തു, അത് റെക്കോർഡ് ചെയ്തു. എന്നിട്ട് ഈ അണികൾ, ഇവരുടെ അണികൾ റെക്കോർഡ് നാട് മുഴുവൻ പ്രചരിപ്പിക്കുക. മുല്ലപ്പള്ളി മന്ത്രിയായപ്പോ ഞങ്ങൾ ഉസ്താദ് ശ്രമിച്ചിട്ടാണ് നടന്നത്. ഞാൻ ചില ഭാഗങ്ങളിൽ അന്വേഷിച്ച് നോക്കുമ്പോ ഇതേ വിളി തന്നെ ഷാനവാസിനെ വിളിച്ചു. പക്ഷെ അയാൾ മന്ത്രി ആവാത്തത് കൊണ്ട് നമ്മളെ ചെലവിൽ എഴുതണ്ട എന്ന് വിചാരിച്ചിട്ട് അത് പുറത്തു വിട്ടിട്ടില്ല. എല്ലാ എംപിമാരെയും വിളിക്കുക, നിങ്ങൾ മന്ത്രിയാവും. ഞാൻ മാഡത്തോട് പറഞ്ഞിട്ടുണ്ട്, മന്ത്രിയായാൽ അത് ഞാനാക്കിയതാണ്, അത് ഞാനായതാണ് എന്ന് പറയാനുള്ള ഏർപ്പാട്. ഒരു നേതാവും വേറെ നേതാവും തമ്മിൽ സ്വാഭാവികമായി ഫോൺ സംസാരിക്കില്ലേ? പിന്നീട് പി കെ കുഞ്ഞാറുട്ടി സാഹിബിനെ കണ്ടപ്പോ ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ കാന്തപുരത്തിനെ വിളിക്കുമ്പോൾ ശ്രദ്ധിക്കണേ, കാലക്കാരനെ ഞാൻ വിളിച്ചു പോയാൽ അത് റെക്കോർഡ് ചെയ്യും, ശ്രദ്ധിക്കണം. മുല്ലപ്പള്ളിയോട് പറഞ്ഞു, നിങ്ങളെ ഫോൺ നന്നായി പ്രചരിക്കുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, ഇത്ര തറ, അയാൾ അദ്ദേഹം പറഞ്ഞു, ഇത്ര തറയാണ് ഈ മുസ്ലിയാരെന്ന് എനിക്കറിയില്ലായിരുന്നു. കാരണം ഈ ഫോൺ സന്ദേശങ്ങളൊക്കെ ചോർത്തിയെടുക്കാൻ പറ്റും, എന്നിട്ട് റെക്കോർഡ് ചെയ്ത് പുറലോകത്തോട് പ്രചരിപ്പിക്കുകയാണ്. അതുകൊണ്ട് മാന്യതയ്ക്ക് നിരക്കാത്ത കാര്യം ചെയ്യുമെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ ശിഹാബ് തങ്ങളുടെ ഫോണും ബാപ്പു മുസ്ലിയാരുടെ ഫോണുമുള്ള വാക്കിന്റെ സന്ദർഭത്തിന് അടർത്തിയെടുത്ത വാക്ക് വെച്ച് ഉസ്താദിനോട് ഖേദം പ്രകടിപ്പിച്ചു എന്നിവർ പറഞ്ഞേക്കാം. പക്ഷേ മാന്യന്മാർക്ക് നിരക്കാത്തതാണ് നേതാക്കന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന സൗഹൃദ സംഭാഷണങ്ങൾ. അത് സ്വാഭാവികമായിക്കൊണ്ടുണ്ടാകുന്നതായി. നമ്മുടെ ഒരു വീട്ടിലൊരാൾ കല്യാണത്തിന് വന്നാൽ അയാൾക്ക് ചോറ് കിട്ടാതെ മടങ്ങിപ്പോയി നമ്മുടെ ശത്രുവാണെങ്കിൽ പോലും നിങ്ങൾക്ക് ചോറ് കിട്ടിയിട്ടില്ലേ, അത് സാറില്ല എന്ന് പറയും. ഇതിലും സംഭവിച്ചിട്ടുണ്ടാവുക ഏത് വർത്തമാനം എനിക്കറിയില്ല, അത് ബഹുമാനപ്പെട്ട അവരോട് ചോദിക്കണം. പക്ഷെ അത് രഹസ്യമാക്കി വെക്ക, ചില കാര്യങ്ങൾ അവർ പരസ്പരം ഉണ്ടാവുന്ന സംഭാഷണങ്ങൾ പുറലോകത്തോട് പറഞ്ഞ് ആളാവാൻ ശ്രമിക്കുന്ന ഇതിന് തറ ഏർപ്പെടാം. ഇതൊരു ആലിമിന് ചേർന്നതല്ല എന്ന് മാത്രമേ അത് സംബന്ധമായിക്കൊണ്ട് പറയേണ്ടതുള്ളൂ. ഞാൻ വിശദീകരിക്കുന്നില്ല, ഞങ്ങൾക്ക് ആരോടും വിരോധമില്ല. ബഹുമാനപ്പെട്ട കാലംബാർ ഉസ്താദിന്റെ ജനാസ കാണാൻ വന്ന എല്ലാവരെയും നമ്മൾ ബഹുമാനിക്കുന്നു. പക്ഷേ അതും വിദ്യയാക്കാൻ, അതും ആളാക്കാൻ ശ്രമിച്ചാൽ അത് കാണേണ്ടടുത്ത് കാണാനും തിരിച്ചറിയേണ്ടത് തിരിച്ചറിയാനും സുന്നി പടയണക്ക് കരുത്തുണ്ട് എന്ന് മാത്രമേ അത്തരക്കാരോട് ഞങ്ങൾ സൂചിപ്പിക്കുന്നുള്ളൂ. ഇത് പറയാൻ ഉദ്ദേശിച്ചതല്ല. പക്ഷെ ഇന്നലെയും ഇനിയാണുമായി കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെയും മറ്റുമായി നമ്മുടെ പ്രവർത്തകന്മാർക്ക് നേരെ ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് മഹാനായ കാലംബാർ ഉസ്താദിന്റെ മഹത്വത്തിന് വേണ്ടി ദുആ ചെയ്യേണ്ട ഈ സമയം, അദ്ദേഹത്തിന് വേണ്ടി ദിക്റുകൾ സ്വലാത്തുകൾ ചെല്ലേണ്ട ഈ സമയം, പരമാവധി ആ സമയം മറ്റൊരു തലത്തിലേക്ക് വഴിതിരിച്ചുവിട്ട് വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരുടെ ബുദ്ധി തിരിച്ചറിഞ്ഞുകൊണ്ട് ഉസ്താദിന്റെ സ്മരണയിലായി ഈ സമയം നമ്മൾ ചെലവഴിക്കാൻ പ്രബുദ്ധരാകണം എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂടലും ഈ സദസ്സും അനുഗ്രഹിക്കുമാറാവട്ടെ. SKSSനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ തിളങ്ങി വിളങ്ങിയ ഏറ്റവും നല്ല മുഹൂർത്തത്തിന്റെ സമയമാണ്. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ വളരെ വലുതാണ്. ആ രംഗത്ത് ചുവടുകൾ കരുതി വെച്ചുകൊണ്ട് ഓരോ ചുവടുവെപ്പും കാലക്കൂട്ടി തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ സമൂഹത്തെ നയിക്കാൻ SKSS എന്തുകൊണ്ട് വിനയാന്വിതരായി മുന്നോട്ട് ഗമിക്കുക. റബ്ബ് തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.